ചെറിയ സിനിമയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2025 റിലീസ് ചെയ്ത പ്രിഡേറ്റർ ബാഡ്ലാൻഡ്സ് എന്ന സയൻസ് ഫിക്ഷൻ അഡ്വഞ്ചർ മൂവിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. യൗഡ്ജ പ്രൈം എന്ന ഗ്രഹത്തിലാണ് കഥ ആരംഭിക്കുന്നത്. ഡെക്, ക്വെയ് എന്നീ രണ്ട് സഹോദരങ്ങൾ ഏറ്റുമുട്ടുകയാണ്. ഡെക് തന്റെ അച്ഛനെപ്പോലെ ഒരു വലിയ യോദ്ധാവാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ക്വെയ് അവനെ കീഴ്പ്പെടുത്തുന്നു. ഇവരുടെ പിതാവും ഗോത്രത്തലവനുമായ ജോർ വേട്ട കഴിഞ്ഞ് തിരിച്ചെത്തുന്നു. വലിപ്പക്കുറവും വേട്ടയാടാനുള്ള കഴിവില്ലായ്മയും കാരണം ഡെക്കിനെ ഗോത്രത്തിലെ ഏറ്റവും ദുർബലനായാണ് ജോർ കാണുന്നത്. അതുകൊണ്ട് സ്വന്തം മകനെ വധിക്കാൻ അദ്ദേഹം ക്വെയ്യോട് ആജ്ഞാപിക്കുന്നു. എന്നാൽ സഹോദരസ്നേഹം കാരണം ക്വെയ് അതിന് തയ്യാറാകുന്നില്ല. പകരം ജന്ന എന്ന അപകടകരമായ ഗൃഹത്തിൽ വസിക്കുന്ന കാലിസ്ക് എന്ന അജേയനായ ജീവിയെ കൊന്ന് കഴിവ് തെളിയിക്കാൻ ക്വെയ് ഡെക്കിനെ തന്റെ പേടകത്തിൽ കയറ്റി രക്ഷപ്പെടുത്തുന്നു. ദുർബലനെ രക്ഷിക്കുന്നതും ഒരു ദുർബലതയാണെന്നും തന്റെ വാക്ക് ലംഘിച്ചുവെന്നതും കണക്കിലെടുത്ത് ജോർ ക്വെയ്യെ ആക്രമിക്കുകയും ഒടുവിൽ ഡെക്ക് നോക്കി നിൽക്കെ അവന്റെ സഹോദരന്റെ തല വെട്ടിമാറ്റുകയും ചെയ്യുന്നു. ജന്നാഗ്രഹത്തിൽ തകർന്നു വീണ്ട ഡെക്ക് അവിടെയുള്ള അപകടകരമായ വള്ളികളോടും പൊട്ടിത്തെറിക്കുന്ന പുഴുക്കളോടും പൊരുതി മുന്നോട്ടു പോകുന്നു. അവിടെ വെച്ച് കലിസ്കിന്റെ ആക്രമണത്തിൽ കാലുകൾ നഷ്ടപ്പെട്ട വെയ്ലാൻഡ് യുട്ടാനി സിന്തറ്റിക്കായ തിയയെ അവൻ കണ്ടുമുട്ടുന്നു. തിയയുടെ ഭാഷ മനസ്സിലാക്കിയ ഡെക്ക് അവളെ ഒരു ആയുധമായി കണ്ട് കൂടെ കൂട്ടുന്നു. യാത്രക്കിടയിൽ തിയയുടെ സഹോദരി റോബോട്ടായ ടെസയെക്കുറിച്ച് ഡെക്കിനോട് പറയുന്നു. യാത്രക്കിടയിൽ അവർക്ക് ബഡ് എന്ന് പേരിട്ട നീല നിറമുള്ള കുരങ്ങ് പോലെയുള്ള ഒരു ചെറിയ ജീവിയെ ലഭിക്കുന്നു. ബഡ് അവരുമായി അടുക്കുകയും ഡെക്കിനെ തന്റെ കൂട്ടമായി കാണാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതിനിടയിൽ തിയയുടെ സഹോദരി റോബോട്ടായ ടെസ കലിസ്കിനെ പിടികൂടാനായി വെയ്ലാൻഡ് യുട്ടാനിയുടെ നിർദ്ദേശപ്രകാരം തിരിച്ചെത്തുന്നു. ഡെക്കും തിയയും ചേർന്ന് കലിസ്കിനെ കണ്ടെത്തുന്നു. ഡെക്ക് അതിനെ വെട്ടിവീഴ്ത്തുന്നുണ്ടെങ്കിലും മുറിവുകൾ ഉണക്കി വീണ്ടും ജീവൻ വയ്ക്കാനുള്ള കഴിവ് കലിസ്കിനുണ്ടായിരുന്നു. ഡെക്കിന്റെ ശരീരത്തിൽ ബഡിന്റെ മണം പിടിച്ച കലിസ്ക് അവനെ കൊല്ലുന്നതിൽ നിന്ന് പിന്തിരിയുന്നു. ആ സമയം ടെസ തന്റെ സൈന്യവുമായി വന്ന് ഡെക്കിനെയും തിയയെയും കലിസ്കിനെയും മരവിപ്പിച്ച് പേടകത്തിലേക്ക് മാറ്റുന്നു. പേടകത്തിൽ വെച്ച് കാലിസ്കിന്റെ അത്ഭുതശക്തി ഉപയോഗപ്പെടുത്താനാണ് തന്റെ പദ്ധതിയെന്നും തിയയെ രക്ഷിക്കാൻ തനിക്കുദ്ദേശ്യമില്ലെന്നും ടെസ വെളിപ്പെടുത്തുന്നു. തിയയുടെ സഹായത്തോടെ ഡെക്ക് തടവിൽ നിന്ന് രക്ഷപ്പെടുന്നു. കാലിസ്ക് യഥാർത്ഥത്തിൽ ബഡിന്റെ അമ്മയാണെന്ന് ഡെക്ക് തിരിച്ചറിയുന്നു. ഡെക്കും ബഡും ചേർന്ന് ടെസയുടെ താവളം ആക്രമിക്കുന്നു. അവർ തിയയെ രക്ഷിച്ച് കാലുകൾ ഘടിപ്പിക്കുന്നു. ടെസ ഒരു മെക്കാനിക്കൽ സ്യൂട്ടിലെത്തി അവരെ ആക്രമിക്കുന്നുവെങ്കിലും മോചിപ്പിക്കപ്പെട്ട കാലിസ്ക് അവളെ നേരിടുന്നു. കാലിസ്ക് ടെസയെ വിഴുങ്ങുന്നു. എന്നാൽ ഉള്ളിലിരുന്ന് ആയുധങ്ങൾ പ്രവർത്തിപ്പിച്ച് ടെസ കാലിസ്കിനെ കൊലപ്പെടുത്തുന്നു. ഒടുവിൽ ഡെക്ക് ടെസയെ കുന്തം കൊണ്ട് കുത്തിവീഴ്ത്തുകയും ബഡ് അവളുടെ തലയും നട്ടെല്ലും പറിച്ചെടുത്ത് ഒരു യഥാർത്ഥ പ്രിഡേറ്ററെ പോലെ ഗർജിക്കുകയും ചെയ്യുന്നു. വിജയിയായ ഡെക്ക് തിരികെ യൗഡ്ജ പ്രൈമിലെത്തുന്നു. താൻ വേട്ട പൂർത്തിയാക്കിയെന്നതിന്റെ തെളിവായി ടെസയുടെ തലയൊട്ടി അവൻ അച്ഛനു മുന്നിൽ സമർപ്പിക്കുന്നു. എന്നാൽ ജോർ അത് അംഗീകരിക്കാതെ ഡെക്കിനെ കൊല്ലാൻ ആജ്ഞാപിക്കുന്നു. ഡെക്ക് കാവൽക്കാരെ വകവരുത്തുകയും അച്ഛനുമായി ഏറ്റുമുട്ടുകയും ചെയ്യുന്നു. ഒടുവിൽ ഡെക്ക് അച്ഛനെ കീഴ്പ്പെടുത്തുന്നു. ആ സമയം പേടകത്തിൽ നിന്ന് പൂർണ്ണ വളർച്ചയെത്തിയ ബഡ് പുറത്തുവരികയും ജോറിന്റെ തല കടിച്ചെടുക്കുകയും ചെയ്യുന്നു. ഡെക്ക് ഇപ്പോൾ ഔദ്യോഗികമായി ഒരു യൗഡ്ജയാണെന്ന് തിയ പ്രഖ്യാപിക്കുന്നു. എന്നാൽ വിജയം ആഘോഷിക്കുന്നതിനു മുൻപ് ആകാശത്തുനിന്ന് മറ്റൊരു പേടകം വന്നിറങ്ങുന്നത് കണ്ട് മറ്റുള്ളവർ ആയുധമെടുക്കുന്നു. അത് തന്റെ അമ്മയുടെ പേടകമാണെന്ന് ഡെക്ക് തിരിച്ചറിയുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത്. മറ്റൊരു സിനിമയുമായി കാണാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ